കേരളത്തെ നടുക്കിയ മേലാമുറി ശ്രീനിവാസൻ കൊലപാതകത്തിന് ഇന്ന് 4 ആണ്ട് തികയുകയാണ്. മതഭീകരവാദികൾ തയ്യാറാക്കിയ കൊലയാളി പട്ടികയിലെ നിരപരാധിയായ ഒരു ഇര മാത്രമായിരുന്നില്ല അദ്ദേഹം. മറിച്ച് RSS എന്ന പ്രസ്ഥാനത്തിലൂടെ ജനങ്ങളുടെ നന്മയ്ക്കായി നിലകൊണ്ട ഉറച്ച പോരാളിയായിരുന്നു. സ്വന്തം വ്യാപാര സ്ഥാപനത്തിൽ ഇരിക്കുകയായിരുന്ന ഒരു സാധാരണക്കാരനെ ഭീരുക്കളെ പോലെ പിന്നിൽ നിന്നെത്തി വെട്ടിവീഴ്ത്തിയ പോപ്പുലർ ഫ്രണ്ട് ക്രൂരതയ്ക്കെതിരെ ഇന്നും പാലക്കാട് കനലായി എറിയുകയാണ്. സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് സഞ്ജിത്തിനെ അറുത്തു തള്ളിയ അതേ കൊടും ക്രൂരതയുടെ തുടർച്ചയായിരുന്നു ശ്രീനിവാസന്റെ ബലിദാനവും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം NIA കോടതിയിൽ തുടരുമ്പോൾ ആ പുണ്യസ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് നാട്. 4 വർഷത്തിനിടെ അറസ്റ്റിലായത് 70ഓളം ഭീകരരാണ്. NIA കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. കൊല്ലാനുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കൊലപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ സംഭവമായിരുന്നു ഇത്. കേസിൽ മുഖ്യപ്രതികളായ 5ഓളം പേരെ കൂടി പിടികൂടാനുണ്ട്. ജില്ലയിലെ നിരവധി RSS BJP നേതാക്കളുടെ പേരാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏരിയ റിപ്പോർട്ടർമാർ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾക്കകം കൊല നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നേതാക്കളുടെ ഫോട്ടോ, വിലാസം, ജോലിസ്ഥലം, സ്ഥാപനം എന്നിവയുൾപ്പെടെയുള്ളവയുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയത്. അറസ്റ്റിലായ പ്രതികളിൽ ചിലർക്ക് സഞ്ജിത്ത്, പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയത് ഉൾപ്പെടെയുള്ള കേസുകളിലും ബന്ധമുണ്ട്. വിദേശത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന ഒരു പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും NIA സംഘം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ വീട്ടിലും സുഹൃത്തിന്റെയും ബന്ധുവിന്റെയും വീടുകളിലും അടുത്തിടെ NIA പരിശോധന നടത്തിയിരുന്നു. 2021 ഏപ്രിൽ 16-നാണ് മേലാമുറിയിലെ സ്വന്തം സ്ഥാപനത്തിൽ ഇരിക്കുകയായിരുന്ന ശ്രീനിവാസനെ 3 ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 5-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. മറ്റു ചിലരെ ലക്ഷ്യം വെച്ചാണ് കൊല ആസൂത്രണം ചെയ്തതെങ്കിലും അവരെ കിട്ടാതിരുന്നതിനാൽ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം 53 പേരായിരുന്നു പോലീസിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ പിടിയിലായി. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാക്കളായിരുന്ന CA റൌഫ്, യഹ്യ തങ്ങൾ, ജില്ലാ നേതാക്കളായിരുന്ന അബൂബക്കർ സിദ്ദീഖ്, അമീർ അലി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജിഷാദ്, യുനാനി ഡോക്ടർ, മെഡിക്കൽ ഷോപ്പ് ഉടമ ഉൾപ്പെടെ 70ഓളം പേരാണ് ഇതുവരെ പിടിയിലായത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ ഒരാൾ ഇപ്പോഴും അജ്ഞാതനാണ്. ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് പിന്നിലെ മൈതാനത്തോട് ചേർന്നാണ് ഭീകരർ കൊലപ്പെടുത്താനുള്ള പദ്ധതിയിട്ടത്. പാലക്കാട് നഗരത്തിന് പുറമെ തൃത്താല, ഒറ്റപ്പാലം, കല്ലേക്കാട്, കൊല്ലങ്കോട് എന്നിവിടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് അക്രമി സംഘം ലിസ്റ്റിലുള്ളവർക്കായി തെരച്ചിൽ നടത്തി. അവരെ കിട്ടാതായപ്പോഴാണ് ലിസ്റ്റിലെ അവസാനക്കാരനായ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ ഏരിയ റിപ്പോർട്ടർമാരിൽ നിന്നും ഏറെ നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. തിരൂർ ഏരിയ റിപ്പോർട്ടറുടെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റിൽ 300ഓളം രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു പെൻഡ്രൈവിൽ RSS തേനാരി മണ്ഡലം ഭൗതിക് പ്രമുഖ് സഞ്ജിത്തിനെ 5-അംഗ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഭാര്യയ്ക്ക് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന മൊബൈൽ വീഡിയോ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. കേസിൽ ഒളിവിലുള്ള പ്രതിയുടെ മൊബൈലിൽ ചിത്രീകരിച്ച വീഡിയോ ആയിരുന്നു അത്. ശ്രീനിവാസന്റെ കൊലയ്ക്ക് ശേഷം പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ പണമെത്തി. ഇതേ തുടർന്ന് കേന്ദ്രം അക്കൗണ്ട് മരവിപ്പിച്ചു. 2022 സെപ്റ്റംബർ 28-ന് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തു. ശ്രീനിവാസൻ കേസിൽ സംസ്ഥാനാന്തര തീവ്രവാദ ബന്ധം ഉൾപ്പെടെ സ്ഥിരീകരിച്ചതോടെ 2022 ഡിസംബർ 20-ന് NIA കേസ് ഏറ്റെടുത്തു. ശ്രീനിവാസന്റെ ജീവൻ എടുത്തതിലൂടെ സംഘപ്രസ്ഥാനത്തെ തളർത്താമെന്ന് കരുതിയ ഭീകരവാദികൾക്ക് പക്ഷേ പിഴച്ചു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ കൊടും ഭീകര സംഘടനയെ നിരോധിച്ചതും കേസ് NIA ഏറ്റെടുത്തതും നീതിയുടെ സൂര്യൻ ഉദിക്കുന്നുവെന്നതിന്റെ തെളിവാണ്. സാധാരണക്കാരായ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വേട്ടയാടുന്ന കാടൻ സംസ്കാരം കേരളത്തിലെ മണ്ണിലിനി അനുവദിക്കില്ല എന്ന ശക്തമായ താക്കീതാണ് കേന്ദ്ര ഏജൻസികളുടെ ഓരോ നീക്കവും. ശ്രീനിവാസന്റെ കുടുംബം ഇന്നും നീതിക്കായി കാത്തിരിക്കുകയാണ്. ആ ബലിദാനിയുടെ ഓർമ്മകൾ ഓരോ സമാജ സ്നേഹിക്കും കരുത്താണ്. വിദേശത്ത് ഒളിച്ചിരിക്കുന്ന അവസാന പ്രതിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ ഈ പോരാട്ടം വിശ്രമമില്ലാതെ തുടരുക തന്നെ ചെയ്യും.